നാടോടികളുടെ ദേഹത്തേക്ക് ലോറി കയറി 5 പേരാണ് മരിച്ചത്. ഈ വാഹനം ഓടിച്ചിരുന്നത് ഡ്രൈവറല്ല, ക്ലീനറാണ് എന്ന് വാർത്ത വരുന്നു. മാത്രമല്ല, ക്ലീനർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. കണ്ണൂർ ആലങ്ങാട് സ്വദേശിയായ ക്ലീനർ അലക്സ് അതുപോലെ ജോസ് എന്നിവരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തൃപ്രയാറിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുകയാണ്. സൂരജ് സജി, യഥാർത്ഥത്തിൽ വല്ലാത്തൊരു വാർത്തയാണല്ലോ. ഈ ലൈസൻസ് ഇല്ലാത്ത ക്ലീനറാണ് ഈ വണ്ടി ഓടിച്ച് അപകടം ഉണ്ടാക്കിയതെന്ന് പറയൂ. അപകടമുണ്ടാക്കിയ ലോറിക്ക് മുന്നിലാണ് നമ്മളുള്ളത്. ഈ ലോറിയാണ് അപകടമുണ്ടാക്കിയത്. അപകടമുണ്ടാക്കിയ ശേഷം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക്, അതായത് തൃപ്രയാർ ഭാഗത്തേക്ക്, ഇതൊരു ഹൈവേയുടെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികളാണ്. അവർ മേൽപ്പാലം അവിടെ ഡെഡ് എൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മേൽപ്പാലത്തിൽ നിന്ന് വാഹനം ഇറക്കി ഈ അപ്രോച്ച് റോഡിലൂടെ ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഈ വാഹനം ഓടിച്ചിരുന്നവർ നടത്തിയ ശ്രമമാണ്. ഇവർ ഈ വാഹനം ഓടിച്ച് പക്ഷേ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ ആ റോഡ് അവിടെ തീരുകയാണ്, അവസാനിക്കുകയാണ്. അതുകൊണ്ട് മാത്രം ഈ വാഹനം ഓടിച്ചിരുന്നവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അങ്ങനെയാണ് ഇവർ ഈ വാഹനം ഇവിടെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിനിടയിൽ തന്നെ നാട്ടുകാരെത്തി. അതിൻ്റെ മുൻവശത്തെ ഗ്ലാസുകൾ അടക്കം ലോറിയുടെ മുൻഭാഗത്ത് വലിയ രീതിയിലുള്ള ഈ ഇടിയുടെ ആഘാതം നമുക്ക് പ്രകടമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ഈ ടയറിലേക്ക്, ഇതിൻ്റെ വീലിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ നെഞ്ച് പിടപ്പിക്കുന്ന രംഗമാണ്. കാരണം ഇതിൻ്റെ ഈ ടയറിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം അവരുടെയൊക്കെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി വന്നതിൻ്റെ വേദന എത്രമാത്രമാണെന്ന് അറിയണമെങ്കിൽ ഈ ലോറിയുടെ ചക്രത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. എന്തായാലും ഈ ലോറി ഡ്രൈവറെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയായിരുന്നു. ഈ ലോറി ഓടിച്ചിരുന്നത് ഡ്രൈവറല്ല, അതായത് ഈ വാഹനത്തിൻ്റെ ഡ്രൈവറായി നിശ്ചയിച്ചിരുന്നത് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ആലങ്ങാട് സ്വദേശിയായ അലക്സ് ആയിരുന്നു. പക്ഷേ അലക്സ് അല്ല വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം. അലക്സ് അല്ല വാഹനം ഓടിച്ചിരുന്ന, ഈ വാഹനത്തിന്റെ ഡ്രൈവറായി നിശ്ചയിച്ചിരുന്ന ജോസ് ആണ്, കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ജോസ്. ഈ ജോസ് അല്ല വാഹനം ഓടിച്ചിരുന്ന, പകരം ക്ലീനർ ആയിട്ടുള്ള ഈ അലക്സ് ആണ് വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്ന വിവരം. ഈ അലക്സും അതുപോലെ തന്നെ ഡ്രൈവറായി നിശ്ചയിച്ചിരുന്ന ജോസും മദ്യലഹരിയിലായിരുന്നു. ഡ്രൈവറായിരുന്ന ജോസ് മദ്യപിച്ചത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പിൻ സീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു ജോസ്. അപകടമുണ്ടായതിനു ശേഷം മാത്രമാണ് ജോസ് ഇത് സംബന്ധിച്ചുള്ള വിവരം അറിയുന്നത്. ആ സമയം വാഹനം ഓടിച്ചിരുന്ന അലക്സ് ആണ്. അലക്സ് തന്നെയാണ് ഈ വാഹനം മുന്നോട്ടെടുത്തു കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഇവരിൽ ആരാണ് വാഹനം ഓടിച്ചതെന്ന് സംബന്ധിച്ച് പോലീസിനും ഇടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. ജോസ് തന്നെയാണ് വാഹനം ഓടിച്ചത് എന്നതായിരുന്നു ഇവർ ആദ്യം നൽകിയ മൊഴി. പക്ഷേ പോലീസ് അത് മുഖവിലക്കെടുത്തില്ല. പോലീസിന് തോന്നിയ സംശയം, ആ സംശയത്തിന്മേൽ പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ വാഹനം ഓടിച്ചിരുന്ന ക്ലീനറാണ് എന്ന് കണ്ടെത്തിയത്. പക്ഷേ ക്ലീനറിന് ലൈസൻസ് ഇല്ല എന്നുകൂടി പോലീസ് സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇരുവരും മദ്യപിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ വലിയ ലോഡ് കയറ്റി വരുന്ന വാഹനമൊക്കെ നമ്മുടെ നിരത്തുകളിലൂടെ പോകുമ്പോൾ എത്രമാത്രം സുരക്ഷിതമാണ് നമ്മുടെ നിരത്തുകൾ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. കണ്ണൂർ മുതൽ ഇതുവരെയുള്ള ഭാഗത്തേക്ക് ഈ വാഹനം ഓടിച്ചിവർ വന്നു മദ്യപിച്ച്. അപ്പോൾ ഈ വഴിയിൽ ഒരു സ്ഥലത്തും പോലീസിന്റെ പരിശോധനയോ ഒന്നും തന്നെ കണ്ണിൽപ്പെടാതെ അവർ ഈ വാഹനം ഓടിച്ച് ഇവിടെ എത്തുകയായിരുന്നു എന്ന് വേണം നമുക്ക് കണക്ക് കൂട്ടാൻ. എന്തായാലും ഒരു വലിയ ദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ 5 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം, ഈ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 7 പേരുടെ നിലയും അത്ര തൃപ്തികരമല്ല എന്നുള്ളതാണ് പറയുന്നത്. പലരുടെയും പരിക്ക് അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആശങ്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. നമ്മളും ഒന്നും സംഭവിക്കരുത് എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ പരിക്ക് ഗുരുതരമാണെന്നുള്ളത് തന്നെയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ലൈസൻസ് ഇല്ലാത്ത ക്ലീനറാണ് ഈ ലോറി ഓടിച്ച് 5 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം ഉണ്ടാക്കിയതെന്ന് വാർത്ത വരുന്നുണ്ട്. മാത്രമല്ല, ഡ്രൈവറും ക്ലീനറും മദ്യപിച്ചിരുന്നു എന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു എന്ന വാർത്തയുമുണ്ട്. മാത്രമല്ല, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആൾക്കാരുടെ നിലയും ഗുരുതരമായി തുടരുകയാണ്. ഇവരെ 2 പേരെയും, ക്ലീനറെയും ഡ്രൈവറെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാത്ത ക്ലീനർ വണ്ടി ഓടിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഇനിയെങ്കിലും ആളുകൾക്ക് റോഡിൽ ഈ ശരിക്കും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അല്ല ഇത് മനഃപൂർവ്വമായ നരഹത്യ തന്നെയാണ്. ആ രീതിയിലുള്ള കേസുകൾ തന്നെയായിരിക്കണം എടുക്കേണ്ടത്. ചില പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് പറയുന്നു, മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കുമെന്നുള്ളത്. കാര്യം ലൈസൻസ് ഇല്ലാതെ ഒരാൾ വണ്ടി ഓടിച്ചാൽ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ അയാൾ കൊലപാതകിയാണ്. മനഃപൂർവ്വമായ നരഹത്യ, കൊലപാതകത്തിന് കാരണക്കാരനായാൽ ലൈസൻസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അയക്കുക ഒരു ആനുകൂല്യത്തിനും അർഹതയില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ കൂടി അറിയണം. കുട്ടികളെ കൊണ്ടൊക്കെ വണ്ടി ഓടിപ്പിച്ച് ശീലിപ്പിക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരതിലേക്ക് പോകരുത്. ഏതെങ്കിലും ഒരു അപകടത്തിൽ പെട്ടുപോയാൽ നിങ്ങളുടെ കുട്ടികൾ കൊലപാതക കേസിൽ പ്രതികളാകും എന്ന കാര്യം മറന്നുകൂടാ.